നമസ്കാരം. ബഹുമാനപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ഇത് കേൾക്കാതെ പോകരുത്. കേരളത്തിലെ ആദ്യകാല കൊലപാതകങ്ങളായി പറഞ്ഞു കേട്ടിരുന്ന മാടത്തരുവി കൊലക്കേസ്, മൈനത്തരുവി കൊലക്കേസ് എന്നീ കൊലക്കേസുകളിൽ സാക്ഷി പറഞ്ഞിരുന്ന ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ആളുകൾ പിന്നീട് പശ്ചാത്താപ ഭാരത്താൽ ആ കേസുകളിൽ നടന്ന സത്യാവസ്ഥ എന്താണ് എന്നുള്ളത് പൊതുസമൂഹത്തോട് വിളിച്ചു പറയുന്ന കാഴ്ച നാം കണ്ടതാണ്. വർഷങ്ങൾക്ക് ശേഷമാണ് പശ്ചാത്താപ ഭാരത്താൽ ഡോക്ടർ ബെനഡിക്റ്റ് എന്ന് പറഞ്ഞയാൾ മാടത്തരുവി കൊലക്കേസിന്റെ യഥാർത്ഥ സംഭവം എന്താണ് എന്നുള്ളത് കേരളത്തോട് വിളിച്ചു പറഞ്ഞത്. ഇതുപോലെ തന്നെയായിരുന്നു നക്സൽ വർഗീസിനെ കൊലപ്പെടുത്തിയ പോലീസുകാരന്റെ പശ്ചാത്താപ ഭാരത്തോടെയുള്ള വെളിപ്പെടുത്തലുകളും. പറഞ്ഞു വരുന്നത് ഇതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കേരളത്തോട് തൊട്ടുകിടക്കുന്ന കർണാടകയിലെ ദക്ഷിണ കന്നഡയിലെ ധർമ്മസ്ഥല എന്ന് പറഞ്ഞ സ്ഥലത്ത് നടന്നിരിക്കുന്ന അരും കൊലകളെ കുറിച്ചുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 1995 മുതൽ 2014 കാലഘട്ടം വരെ ധർമ്മസ്ഥല ക്ഷേത്രത്തിലെ ശുചീകരണ തൊഴിലാളിയായി പ്രവർത്തിച്ചിരുന്ന ഒരു ദളിതനായ തൊഴിലാളിയാണ് തൻ്റെ പഴയകാല അനുഭവങ്ങൾ, പശ്ചാത്താപ ഭാരം മൂലം തനിക്ക് ഇനിയും താങ്ങാൻ കഴിയുന്നില്ല, ഇത് എവിടെയെങ്കിലും തുറന്നു പറഞ്ഞേ മതിയാവുകയുള്ളൂ, താൻ അവിടെ ജോലി ചെയ്യുന്ന സന്ദർഭത്തിൽ ഏതാണ്ട് 485ഓളം സ്ത്രീകളെയും പെൺകുട്ടികളെയും ബലാത്സംഗം ചെയ്ത് കൊന്ന ശവശരീരങ്ങൾ താൻ മറവ് ചെയ്തിട്ടുണ്ട്. ധർമ്മസ്ഥല ക്ഷേത്രത്തിന് പരിസരത്തൂടെ ഒഴുകുന്ന നേത്രാവതി നദിയുടെ വിജനമായ പരിസര പ്രദേശങ്ങളിലാണ് താൻ ഇത്രയും ശവശരീരങ്ങൾ മറവ് ചെയ്തത് എന്നാണ് അവിടുത്തെ ശുചീകരണ തൊഴിലാളിയായിരുന്ന ഈ മനുഷ്യൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. രക്തം ഉറയുന്ന വെളിപ്പെടുത്തലാണ് ഇയാൾ നടത്തിയിരിക്കുന്നത്. അതായത് 1995 മുതൽ 2014 വരെ താൻ ധർമ്മസ്ഥല ക്ഷേത്രത്തോടനുബന്ധിച്ചുള്ള ശുചീകരണ വേലകൾ ചെയ്യുന്ന സമയത്ത് തൻ്റെ മേലാളന്മാരുടെ നിർബന്ധപൂർവമായ സമ്മർദ്ദത്തിന് വഴങ്ങി താൻ ഏതാണ്ട് 485 സ്ത്രീകളുടെയും കുട്ടികളുടെയും ബലാത്സംഗം ചെയ്യപ്പെട്ട ശവശരീരങ്ങളാണ് മറവ് ചെയ്തത് എന്ന് പറയുമ്പോൾ ഇയാൾക്ക് മുൻപ് അവിടെ എത്രയോ ആയിരക്കണക്കിന് സ്ത്രീകളുടെ ജഡങ്ങൾ ഇതുപോലെ മറവ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും, അവർ ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടുണ്ടാവും എന്ന് തന്നെയാണ് ഇപ്പോൾ നടുക്കത്തോടുകൂടി പ്രബുദ്ധ കേരളം കേട്ടിരിക്കുന്നത്. കർണാടകയിൽ ഇതൊരു വാർത്തയെ അല്ലാതായി മാറിയിരിക്കുന്നു. പശ്ചാത്താപ ഭാരം കൊണ്ട് തന്നെയാണ് താനിപ്പോൾ ഇത് വെളിപ്പെടുത്തുന്നത് എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. എന്നാൽ ഇദ്ദേഹത്തിന്റെ പേരുവിവരങ്ങൾ ഇദ്ദേഹത്തിന്റെ സുരക്ഷയെ കരുതി പുറത്തുവിട്ടിട്ടില്ല. ബംഗളൂരുവിലെ ഓജസി ഗൗഡ, സച്ചിൻ ദേശ്പാണ്ഡെ എന്ന അഭിഭാഷകർ മുഖേനയാണ് ഇപ്പോൾ ഇദ്ദേഹം കർണാടക പോലീസിന് ധർമ്മസ്ഥലയിൽ നടന്നിരിക്കുന്ന ഗൗരവതരമായ കൊലപാതക പരമ്പരകളെ കുറിച്ച് കൃത്യമായി തന്നെ അദ്ദേഹം കത്തെഴുതിയിരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ കത്ത് കിട്ടിയ മുറയ്ക്ക് പോലീസിന്റെ അന്വേഷണത്തിൽ നിന്നും ധർമ്മസ്ഥലയുടെ നേത്രാവതി പുഴയൊഴുകുന്ന വിജനമായ പ്രദേശങ്ങളിൽ നിന്ന് കുഴിച്ചു നോക്കിയപ്പോൾ തലയോട്ടി അടക്കമുള്ള സ്ത്രീകളുടെ അസ്ഥികൾ കണ്ടെടുക്കാൻ സാധിച്ചു എന്ന് പറയുമ്പോൾ ഈ വിഷയത്തിന്റെ ദുരൂഹവും ഗൗരവമായ വിഷയം എത്രയാണ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ എത്രത്തോളം ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. 2014 വരെ ദക്ഷിണ കന്നഡയിൽ ബെൽത്തങ്ങാടി എന്ന് പറയുന്ന ധർമ്മസ്ഥല കുടികൊള്ളുന്ന സ്ഥലത്ത് പോലീസ് സ്റ്റേഷനെ ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ എന്തായിരുന്നു അവിടെ നടമാടിയിരുന്ന ഗുണ്ടാ വിളയാട്ടം എന്ന് ആലോചിക്കാവുന്നതേ ഉള്ളൂ. കേരളത്തോട് തൊട്ടു ചേർന്ന് കിടക്കുന്ന സംസ്ഥാനം തന്നെയാണ് കർണാടക. കർണാടകയിൽ ദക്ഷിണ കന്നഡയിലാണ് ധർമ്മസ്ഥല സ്ഥിതി ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ മലയാളികളടക്കം ധാരാളം ആളുകൾ മൂകാംബികയിലേക്കും ഉടുപ്പിയിലേക്കും ധർമ്മസ്ഥലയിലേക്കുമെല്ലാം തീർത്ഥാടനം പോകാറുണ്ട്. ഇങ്ങനെ തീർത്ഥാടനം പോയ മലയാളി സ്ത്രീകളെ പോലും അവിടെ വെച്ച് കാണാതായിട്ടുണ്ട് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. 1986 കർണാടകയിൽ എത്തിയ, അതായത് ധർമ്മസ്ഥലയിൽ എത്തിയ ഒരു CPM കാരന്റെ പത്മലത എന്ന് പറയുന്ന ഒരു കുട്ടി, 17 വയസ്സുള്ള കുട്ടി ഇതുപോലെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊല്ലപ്പെട്ടിട്ട് ആ കുട്ടിയുടെ മൃതശരീരം 57 ദിവസം കഴിഞ്ഞാണ് നേത്രാവലി പുഴയിൽ നിന്ന് കണ്ടെത്തുന്നത് എന്ന് പറയുമ്പോൾ കുട്ടിയുടെ മൃതശരീരത്തിൽ അസ്ഥികൾ മാത്രമാണ് അവശേഷിച്ചിരുന്നത്. ബാക്കിയുള്ള ശരീരഭാഗങ്ങളെല്ലാം അഴുകിപ്പോയിരുന്നു. എന്നാൽ കൈകാലുകൾ ബന്ധിച്ച നിലയിൽ തന്നെയായിരുന്നു ആ മൃതദേഹം കണ്ടെത്തിയത്. എന്നിട്ടും പോലീസ് അത് ആത്മഹത്യയാണ് എന്നാണ് വരുത്തി തീർത്തത്. ഇപ്പോഴും പത്മലതയുടെ സഹോദരൻ ജയന്തൻ ഈ കേസുമായി മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ ധർമ്മസ്ഥലയിലെ ശുചീകരണ തൊഴിലാളിയുടെ ഈ വെളിപ്പെടുത്തൽ പുറത്തു വന്നതിന് ശേഷം
ജയന്തന് തൻ്റെ കേസുമായി മുന്നോട്ട് പോകാൻ പുതിയ ഊർജം കൈവരുത്തിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ഇന്നേ വരെയും 2014 മുതൽ ധർമ്മസ്ഥലയിൽ പോലീസ് സ്റ്റേഷൻ നിലവിൽ വന്നതിന് ശേഷം ഇതുപോലെ 7 8 കൊലക്കേസുകൾ മാത്രമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ 2014 വരെ താൻ അവിടെ ശുചീകരണ തൊഴിലാളിയായി പ്രവർത്തിക്കുമ്പോൾ ഏതാണ്ട് 485-ലധികം മൃതശരീരങ്ങളാണ് ഇതുപോലെ ബലാത്സംഗം ചെയ്യപ്പെട്ട സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും അടക്കമുള്ള ശരീരം താൻ നിർബന്ധപൂർവ്വം മറവ് ചെയ്യാൻ സമ്മർദ്ദത്തിന് വഴിപ്പെട്ടത് എന്ന് ഇദ്ദേഹം പറയുമ്പോൾ എത്രത്തോളം ക്രൂരവും നടുക്കുന്നതുമായ സംഭവമാണ് കർണാടകയിൽ നടന്നിട്ടുള്ളത് എന്ന് വേണം മനസ്സിലാക്കാൻ. കർണാടകയിൽ ധർമ്മസ്ഥല കുടികൊള്ളുന്ന സ്ഥലത്ത് ധർമ്മസ്ഥല ക്ഷേത്രവും മഞ്ജുനാഥ ക്ഷേത്രവും ധർമ്മസ്ഥലയിലെ ഗോമടേശ്വരവും അതുപോലെ തന്നെ പരിസര പ്രദേശങ്ങളുമെല്ലാം ഭരിക്കുന്നത് വീരേന്ദ്ര ഹെഡ്ഗെ എന്ന് പറയുന്ന ഒരാളുടെ കൈവശമാണ് ഇതിന്റെ ഭരണാധികാരം. അവർ തന്നെയാണ് അവിടെ ക്ഷേത്രവും മറ്റ് അനുബന്ധ മ്യൂസിയങ്ങളും എല്ലാം നടത്തിക്കൊണ്ടു പോകുന്നത്. ഇവിടെ എത്തുന്നവർക്ക് സൗജന്യ താമസവും ഭക്ഷണവും 24 മണിക്കൂറും ലഭിക്കുന്നു എന്നുള്ളതിനാൽ മലയാളികൾ അടക്കമുള്ള തീർത്ഥാടകർ അങ്ങോട്ടേക്ക് പ്രവഹിക്കുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ്. ധർമ്മസ്ഥലയിലാണ് ഏതാണ്ട് 34 അടി ഉയരത്തിലുള്ള ഒറ്റക്കല്ലിൽ തീർത്ത ബാഹുബലിയുടെ സ്തൂപമുള്ളത് എന്നുകൂടി വളരെ ആകർഷണീയമായ കാര്യം തന്നെയാണ്. ക്ഷേത്ര നഗരി തന്നെയാണ് ധർമ്മസ്ഥല. ദക്ഷിണേന്ത്യയിൽ അറിയപ്പെടുന്ന ക്ഷേത്ര നഗരിയായ ധർമ്മസ്ഥലയിൽ ഇതുപോലെ നരനായാട്ട് നടന്നിരിക്കുന്നു, സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് കൊല ചെയ്തിരിക്കുന്നു എന്ന് അവിടുത്തെ തന്നെ ഒരു ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തുമ്പോൾ എത്ര ആയിരക്കണക്കിന് ആളുകൾ ഇതിനോടകം അവിടെ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ പോലീസിനെ നടുക്കുന്ന വിവരം. എന്തായാലും ഓജസി ഗൗഡയും സച്ചിൻ ദേശപാണ്ഡെയും BNS 2011 വകുപ്പ് പ്രകാരം ചാർജ് ചെയ്തിട്ടുള്ള ഈ കേസിലാണ് ഇപ്പോൾ ശുചീകരണ തൊഴിലാളി പോലീസിന് കത്തെഴുതിയിരിക്കുന്നത്. ഇയാളുടെ മൊഴി പോലീസ് കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അയാളുടെ സുരക്ഷയെ കണക്കിലെടുത്തുകൊണ്ട് തിരിച്ചറിയാത്ത വിധത്തിൽ കോട്ടും സൂട്ടും ഇടിയിച്ച് കറുത്ത മുഖാവരണം ഇടിയിച്ചുകൊണ്ട് തന്നെയാണ് പോലീസ് ഇയാളെ മൊഴിയെടുത്തിരിക്കുന്നത്. തനിക്ക് മതിയായ സുരക്ഷ ഏർപ്പെടുത്തുകയാണെങ്കിൽ താൻ എവിടെയൊക്കെയാണ് മൃതശരീരങ്ങൾ കുഴിച്ചിട്ടിരിക്കുന്നത് കാണിച്ചു തരാൻ തയ്യാറാണ്. തൻ്റെ കുടുംബത്തിലുള്ള ഒരു സ്ത്രീക്ക് നേരെ, ഒരു പെൺകുട്ടിക്ക് നേരെ ഇതുപോലെ ക്ഷേത്രാധികൃതരുടെ ഭാഗത്തു നിന്നും ബലാത്സംഗ ശ്രമം ഉണ്ടായപ്പോഴാണ് താൻ ധർമ്മസ്ഥലയിൽ നിന്നും മറ്റു സംസ്ഥാനത്തേക്ക് ഓടി രക്ഷപ്പെട്ടത് എന്നാണ് ഇയാൾ പറയുന്നത്. എന്നാൽ ഇയാൾ രക്ഷപ്പെട്ട സ്ഥലം കേരളത്തിലേക്കാണോ അഥവാ തമിഴ്നാട്ടിലേക്കാണോ എന്നുള്ളത് ഇപ്പോഴും പോലീസ് വ്യക്തമാക്കിയിട്ടില്ല. എന്നാൽ ഒരു കാര്യം ശരിയാണ്, ഈ ശുചീകരണ തൊഴിലാളി പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമാണ്. ധർമ്മസ്ഥലയുടെ ക്ഷേത്ര പരിസരത്തുള്ള നേത്രാവതി പുഴയൊഴുകുന്ന വിജനമായ പരിസരത്ത് നിന്നും സ്ത്രീകളുടേതായ തലയോട്ടികളും എല്ലുകളും ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു. ശവശരീരങ്ങൾ കുഴിച്ചിട്ട സ്ഥലത്ത് ഇപ്പോൾ ഇത്രയും തെളിവുകൾ കിട്ടിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ എത്രത്തോളം ഗുരുതരമായ കുറ്റകൃത്യമാണ് ഇവിടെ നടന്നിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് 14 വർഷക്കാലം കൊണ്ട് അവിടെ എത്രത്തോളം കൊലപാതകങ്ങൾ നടന്നിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും കേരളവും കർണാടകവും ഒരുപോലെ തന്നെ ഞെട്ടിത്തരിച്ചു നിൽക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്നാൽ ഈ കേസുകളൊന്നും ഇത്രയും കാലമായിട്ട് തെളിയാതിരുന്നത്, അതായത് ഇത്രയും സ്ത്രീജനങ്ങളെ കാണാതായിരുന്നിട്ട് ഒരു മാൻ മിസ്സിംഗ് കേസ് പോലും അവിടെ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ ഇതിനു പുറകിൽ പ്രവർത്തിച്ചിരുന്ന ആളുകൾ വലിയ ധനാട്യന്മാരാണ്, സ്വാധീനമുള്ള ആളുകൾ തന്നെയാണ് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. അതെന്ത് തന്നെയായാലും ഇപ്പോൾ ഈ വിഷയത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഉൾപ്പെടെയുള്ള ആക്ഷൻ കൗൺസിലുകൾ പ്രവർത്തിച്ചിരിക്കുന്നു. കൃത്യമായി തന്നെ ഈ വിഷയത്തിൽ അന്വേഷണം വേണം എന്ന് ഭാരത സർക്കാരിനോടും ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആക്ഷൻ കൗൺസിലുകൾ മുന്നോട്ട് വന്നിരിക്കുന്നു. എന്താണ് ധർമ്മസ്ഥലയിൽ യഥാർത്ഥത്തിൽ നടന്നിരിക്കുന്നത് എന്ന് കണ്ടറിയാൻ നമുക്ക് ഇനിയും കാത്തിരിക്കേണ്ടതായി വന്നേക്കാം.